റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്, അവരുടെ പേരിലൊക്കെ തെളിയത്ത് എഴുതിയിട്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടണം. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന് ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലം കാശ് കൊടുത്തു വാങ്ങിയാൽ യുളില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ അത് മാർഗതടസ്സാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ വഴി ഏതാണ്? ഇബ്നു അബ്ബാസിനോട് അന്ന് ചോദിക്കാട്ടോ. ചിന്തിക്കണം, എപ്പോഴാ അത് ചോദിക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്താ ചോദിക്കുന്നത്. 1000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറുകളോട് ചോദിക്കാൻ, അല്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ഒരു സഹാബി ചോദിച്ചു, അല്ലാഹ് ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞല്ലോ അശ്ലീലം കാശ് കൊടുത്തു വാങ്ങിയാൽ അവിടെ സബീലുള്ളക്ക് മുടക്കം തട്ടും, അള്ളാന്റെ വഴിക്ക്. ഈ അള്ളാന്റെ വഴിയാണ് നിസ്കാരമായാലും നോമ്പായാലും ഖുർആനത്തായാലും മൗലിദ് ഏതായാലും പെടും. പക്ഷെ ഈ ഏതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും മുടങ്ങി അള്ളാഹ് ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് അന്ന് പറഞ്ഞത് ഞാൻ പറയുന്നു. ഇന്ന് ഈ മസ്ജിദുൽ ഫതഹിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളുടെ വീട്ടിലെ നഗ്നമായ ചിത്രമാണ്. അന്ന് മഹാനവറുകൾ പറഞ്ഞു, ഉണ്ട്, ഖുർആനോത്ത് മുടങ്ങും, നിസ്കാരം മുടങ്ങും, സ്വലാത്ത് മുടങ്ങും, ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. അതൊക്കെ മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴി തന്നെയാ. പക്ഷേ അതുകൊണ്ട് അള്ളാഹ് പ്രധാനമായി ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതേതാ? ഈ അശ്ലീലോപകരണങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിൽ മുടങ്ങിപ്പോകുക. യഅ്നി തിലാവത്തൽ ഖുർആൻ. ഇബ്നു അബ്ബാസ് തറപ്പിച്ചങ്ങ് പറയാൻ, അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത് ഖുർആനോത്ത് മുടങ്ങുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പഴയ കാലത്തൊക്കെ ഒരു വീട്ടിന്റെ അടുത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ, ഒരു മുസ്ലിം ഏരിയയുടെ അടുത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഖുർആൻ ഓതിയിരുന്നു. അവരുടെയൊക്കെ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു. ഖുർആനിന്റെ വചനങ്ങൾ അവരുടെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ടിരുന്നു, പതുങ്ങിയ സ്വരത്തിൽ, അല്ലേ? എന്നാൽ ഇന്ന് പോകുമ്പോഴോ ഈ തട്ടും മുട്ടും, അല്ലേ, ഈ ദീനരോധനങ്ങളും അതിനൊപ്പിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് കരയുന്ന ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ശബ്ദങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത്? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഖുർആനോത്ത് മുടങ്ങുമെന്ന് പറഞ്ഞത് എത്ര ശരിയാ? ഇന്ന് ഏത് വീട്ടിലാ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്നത്? ഈ പെട്ടിന്റെ മുമ്പിൽ ഇരിക്കല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് അത് മുഖബലക്കെടുക്കണം. ഇതാ പുലർന്നിരിക്കുന്നു. എവിടെയോ ഒരു വീട്ടിലെ ചിത്രമല്ല, നാട്ടിലെ മുഴുവൻ ചിത്രമാണ്. എല്ലാ വീട്ടിലും ഇതാ ഇത് കയറി വന്നിരിക്കുന്നു. ഈ സംസ്കാരമാണിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിയന്ത്രണമെങ്കിലും നിർബന്ധമാണ്. കൺട്രോൾ വേണം. ഇശാ മഗ്രിബിന്റെ തുറക്കാൻ അനുവദിക്കരുത്. വാർത്തക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ അത് തുറന്ന് അടപ്പിക്കുന്ന ഒരു ശൈലി വേണം. ഇത് വെച്ചേ പറ്റൂ എന്നുള്ളവനോടാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ. കാരണം എന്തായാലും സദസ്സിൽ 2 മാനസികാവസ്ഥക്കാരുണ്ടാവും. കുറച്ച് ലാഘവാക്കുമ്പോൾ വേണോ ഉസ്താദ് എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. അതോടൊപ്പം അത്രയൊന്നും പോരല്ലോ ഉസ്താദെ, കുറച്ചും കൂടെ അയക്ക് എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്, ഇസ്ലാം തഖ്വയുടെ ഉളുപ്പ് പാലിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല, ആഖിറം രക്ഷപ്പെടാൻ കഴിയൂല. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുക എന്ന ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ. നാം കാസറ്റ് വാങ്ങുന്നത് അശ്ലീലം, നാം വാങ്ങുന്ന പുസ്തകം അശ്ലീലം, നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ അശ്ലീലം, എല്ലാം അശ്ലീലം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കിട്ടണം, എന്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കിട്ടണം. അവന്റെ മൊബൈലിൽ അവന്റെ നമ്പറുണ്ട്. ഞാൻ അവനെ എന്റെ മൊബൈൽ എടുത്ത് ആ മൊബൈലിൽ അവന്റെ നമ്പർ എടുത്ത് ഞാൻ പതുക്കെ ഞാൻ വിളിച്ചു നോക്കി. എന്റെ കൂട്ടുകാരനെ ഞാൻ ഫീഡ് ചെയ്തു വെച്ച നമ്പർ അത് തപ്പിയെടുത്ത് അവനെ വിളിച്ചു. എന്തേ അത്യാവശ്യമായ എന്റെ കൂട്ടുകാരനെ ഒന്ന് കിട്ടേണ്ടതുണ്ട്, അതിനാ വിളിച്ചത്. എന്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരിക്കലും കേട്ടുപോകരുതെന്ന് ഞാൻ കരുതിയ വളരെ മോശപ്പെട്ട ഒരു ഗാനം. അതാണ് മറുവശത്ത് നിന്ന് വരുന്നത്. എന്റെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കിക്കോ, മൊബൈൽ ഫോണുകളിൽ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളാണ് പലരുടെയും ഡയലർ ട്യൂണുകള്. ഇന്ന് തന്നെ പടച്ചറബിനെ കരുതിയിട്ട് ഒഴിവാക്ക് മോനെ, ഒഴിവാക്ക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നേടാൻ പ്രയാസമായിരിക്കും. അതിനാ നമ്മൾ മാസം തോറും 20, 25, 30, 35 രൂപ കൊടുക്കുന്നത്, ഈ ഡയലർ ട്യൂണുകൾ സ്വീകരിക്കുന്നത്. അതും സിനിമാ ഗാനങ്ങളുടെ ഡയലർ ട്യൂണുകൾ മാത്രം, അല്ലേ? ഉളുപ്പ് കെട്ട പാട്ടുകളാണ് പലരുടെയും മൊബൈലിലേക്ക് അടിച്ചു നോക്കിയാൽ ഇന്ന് കിട്ടുന്നത്. ഒരു നല്ല പാട്ടോ നല്ല ബെയ്ത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അല്ലെങ്കിൽ വെറും ബെല്ല്, അതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഉളുപ്പ് കെട്ടത് മാത്രം, അല്ലേ? അതിന് ഓഫർ ഇങ്ങനെ വരികയല്ലേ. ഐഡിയ എന്നൊക്കെ എപ്പോഴും വിളിക്കുക. ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ, നിങ്ങളെ വിളിക്കുന്നവരൊന്ന് സന്തോഷിപ്പിച്ചൂടെ എന്ന് വെച്ചിട്ട് ഇടക്കിടക്ക് വിളിച്ചു.
30 വേണ്ടതുള്ളൂ, കൊടുത്താൽ ഡയലർ ട്യൂൺ മാറും. നോക്ക് നിങ്ങൾ എന്റെ കൂട്ടുകാരെ, നമ്മളിത് ചിന്തിച്ചോ അതിന്റെ ഗൗരവം. ഒമിനാസിമ യസ്തരി ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അതും പെടൂലേ? അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ അതും പെടൂലേ? വിഷയത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിൽ തട്ടി ചിന്തിക്കുക. മാത്രമല്ല, ഞാൻ പറയുന്നത് ഒരിക്കലും ഇതൊന്നും കേട്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച ഒരു മാന്യൻ, ആ മാന്യനെ അടക്കം നിങ്ങൾ ഇത് കേൾപ്പിച്ച് നിർത്തൂ. അതാ അൽ ഫഹ്ഷു വത്തഫഹുഷ്. നമ്മളേതായാലും കൂത്താടാൻ തീരുമാനിച്ചു, എന്നാൽ നമ്മളെ വിളിക്കുന്നവരെ മുഴുവനും നമ്മൾ അതൊന്ന് ആശ്വസിപ്പിക്കും, ഒന്ന് പാടി നമ്മൾ ആശ്വസിപ്പിക്കും. ഇതാണ് എന്റെ നിങ്ങളുടെ ലോകം. അതുകൊണ്ട് ചെറിയൊരു മാറ്റം, ചെറിയൊരു ചേഞ്ചിന് വിധേയമായിട്ടില്ലെങ്കിൽ ഇല്ലട്ടോ, ഈ ലോകത്തെ ചിത്രത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. ഈ ലോകം, അതിന്റെ ചിത്രം നാം ആലോചിക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ വളരെ പ്രയാസമാണ്. അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. പടച്ച റബ്ബ് നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ.
ഹരായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ, അയാൾക്ക് എന്റെ ആയത്ത് ഓതി കൊടുത്താൽ അല്ലാഹ് പറയാം, വൈദാ തുത്ലാ അലൈഹി ആയാതുനാ, എന്റെ ആയത്ത് അയാൾക്ക് ഓതിക്കൊടുത്തു, ഇത് അപകടമാണ് അപകടമാണ് അപകടമാണെന്ന് അയാൾക്ക് സൂചിപ്പിക്കപ്പെട്ടാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും? വല്ലാ മുസ്തക്ബിറാ, അയാൾ അഹങ്കാരിയായി മുഖം തിരിച്ചു കളയും. വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരിയായി അയാൾ മുഖം തിരിച്ചു കളയും. വല്ലാ മുസ്തക്ബിറാ. എന്തേ കാരണം? എന്ത് ഖുർആനും, എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് സിറാത്ത്, എന്ത് മഹ്ശർ എന്ന് ചോദിച്ച് ഏത് മൂല്യാര്, ഏത് വയല്, എന്ത് ക്ലാസ്, അതൊന്നും ഇങ്ങോട്ട് കേൾക്കണ്ട, ബട്ട് ആനന്ദിക്കണം എന്നല്ലാതെ എന്താ? വല്ലാ മുസ്തക്ബിറാ, പറയുന്നതൊന്നും ചെവിയിൽ കേറൂല. അയാൾ അഹങ്കാരിയാൻ, പണത്തിന്റെ ഹുങ്കാണ് അയാൾക്ക്, സ്വാധീനത്തിന്റെ തണ്ടാണ് അയാൾക്ക്, അയാളിലുള്ള വിനോദ ഭ്രമങ്ങളുടെ, അയാളിലുള്ള അശ്ലീല ഭ്രമത്തിന്റെ തണ്ടാണ് അയാൾക്ക്. അയാൾ ഒതുങ്ങുന്നില്ല. നല്ലവര് പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല, നല്ലത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പറയുന്നവർ ഒരു പക്ഷേ നല്ലവരാവണമെന്നില്ല, പക്ഷേ നല്ലത് പറഞ്ഞാൽ അത് കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അടാന്ന് പറഞ്ഞത് അങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരിയായ അങ്ങ് തിരിഞ്ഞു കളയും. കഅല്ലം യസ്മഅഹ, അതൊന്നും കേൾക്കാത്തവനെ പോലെ. ഞാനതൊന്നും കേട്ടില്ലേ എന്ന ഭാവം അവർക്ക് പിന്നെയും ഉണ്ടാകുക. പിന്നെയും അയാളെ ശൈലിക്ക് മാറ്റമൊന്നും കൊടുങ്ങൂല, കേൾക്കും, എണീറ്റ് പോവും. കഅല്ലം യസ്മഅഹ, അതൊന്നും കേൾക്കാത്തതുപോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറാ. അപ്പൊ നിങ്ങൾ ഇന്നലെ വാഴ കേൾക്കാൻ വന്നില്ലേ? നിങ്ങൾ ഇന്നും ഇതേ ശീലം തന്നെ തുടരുന്ന. സുബ്ഹാനല്ലാഹ്, റമദാനുൽ മുബാറക്കിന്റെ രാത്രിയിലടക്കം സീരിയൽ കാണുന്ന വലിയ വലിയ ഹാജിമാരുണ്ട് എന്ന് തൊട്ടടുത്തൊരു ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു. അയൽപക്ക വീടുകളിലെ കഥകളായിരുന്നു റമദാനുൽ മുബാറക്കിന്റെ രാത്രികളിൽ. എവിടെ എത്തും എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ എന്തേ? അയാൾ അതൊന്നും കേൾക്കാത്തതുപോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വയത് കേട്ടിട്ടും കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അയാളെ രണ്ട് ചെവിയിലും എന്തോ അടപ്പുള്ളതുപോലെയാണ്. അയാൾ അതൊന്നും കേൾക്കുന്നില്ല, സാരോപദേശങ്ങളൊന്നും അയാളുടെ ചെവിയിൽ കയറുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് നബിയെ നിങ്ങൾ അവർക്ക് താക്കീത് നൽകുക. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. എന്നാൽ ഇന്ന് ഈ ശ്ലീലം മരീചികയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ എല്ലാ സ്ഥലത്ത് നോക്കിയാലും അശ്ലീലമയമാണ്. ഇനി നമ്മൾ മാന്യരെന്ന് കരുതി ചെല്ലുന്നവർ, മാന്യരെന്ന് നമ്മൾ കരുതുന്നവരടക്കം സ്റ്റേജുകളിൽ നിന്ന് വിസർജിക്കുന്നത് തെറിപൂരങ്ങളാണ്, അല്ലേ? നമ്മളൊരു വയല് കേൾക്കാൻ പോവാണ്, പോകുമ്പോഴുള്ള മനസ്സിലുള്ള മുറാദ് എന്താ? ഒരു വയലുണ്ട്, ഒന്ന് നന്നാവണം, പരലോകത്തേക്ക് എന്തെങ്കിലും കാര്യം കിട്ടുമോ നോക്കണം. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെറും ഗീബത്തും നമീമത്തും തെറിയും പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും തെറി അഭിഷേകം ചെയ്യുന്നു. നന്നാകുവോ? അശ്ലീലം പറഞ്ഞു ഖിയാമത്ത് നാൾ വരുമ്പോ അതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അശ്ലീലം പെരുക്കല്. മാന്യന്മാരെന്ന് കരുതുന്നവർ സ്റ്റേജുകളിൽ നിന്നടക്കം ജനങ്ങൾക്ക് മാന്യത പഠിപ്പിക്കേണ്ടതിന് പകരം തെറിപൂരങ്ങൾ വിസർജിക്കുന്നു. മണത്തിട്ട് അവിടെ നിൽക്കാൻ വയ്യ, വായിലൂടെ വരുന്ന വാക്കുകള്. ഈ ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രോതാക്കൾ ഗതിമുട്ടിപ്പോയി. ചെവി പൊത്തേണ്ട ഗതികേട്, കണ്ണും മൂക്കും നാറിയിട്ട് മൂക്കു പൊത്തേണ്ട ഗതികേട്. സാരോപദേശ വേദികളിൽ വരെ വിജ്ഞാന കുതുകികളായെത്തുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, ഗീബത്തും നമീമത്തും കേട്ട് മടങ്ങേണ്ട സ്ഥിതിവിശേഷമാണെങ്കിൽ ഇനി നമുക്ക് ശ്ലീലം അനുഭവിക്കണമെങ്കിൽ, അശ്ലീലതയിൽ നിന്ന് മുക്തമായ ഒരു ലോകം കാണണമെങ്കിൽ കണ്ടേ പറ്റൂ നാളെ പരലോകത്ത്. അവിടെ നമുക്കത് കിട്ടൂ, അവിടെ എത്തിയേ പറ്റൂ, അവിടെ നിന്ന് നമുക്ക് തൽക്കാലം അത് കിട്ടൂ. ഇന്ന് കണ്ണും ഹൃദയവും ചെവിയും, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, എല്ലാം കാർഡിയോ, വീഡിയോ, ഓഡിയോ, എല്ലാ രംഗങ്ങളും മുഴുവൻ ഇതാ ദുഷിച്ചിരിക്കുകയാണ്. എല്ലാം ദുഷിച്ചു. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. പക്ഷെ ആര് കേൾക്കുന്നു ഇത്തരം താക്കീതുകളൊക്കെ? അല്ലാഹു കൊള്ളുന്ന താക്കീതുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആരാ ഇതൊക്കെ കേൾക്കുന്നത്? അവർക്കപ്പോഴും വേണ്ടത് ഇക്കിളി സാഹിത്യങ്ങളാ. അവർക്കപ്പോഴും വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പകുതി ഉടുത്തതും തീരെ ഉടുക്കാത്തതുമായ പെൺമേനികളുടെ ഫോട്ടോകളിൽ മത്സരിക്കുന്ന പത്രങ്ങളാണ്, പ്രസിദ്ധീകരണങ്ങളാണ്. എന്തിനധികം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന വാർത്താ മാധ്യമങ്ങളിൽ വരെ ഇന്ന് കാണാൻ കഴിയുന്നതിതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ, നേരത്തെ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ,
അബ്ദുല്ലാഹ് ഇബ്നു അംർ പറഞ്ഞു, മാകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിശൻ വലാ മുതഫഹിശാ. ഇല്ല, നബി തങ്ങൾ ഒരിക്കലും അശ്ലീലം പറയുന്ന ആളായിരുന്നില്ല, അശ്ലീലം ചെയ്യുന്നയാളായിരുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് അശ്ലീലം വരാറില്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. അശ്ലീലം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു നിന്നുണ്ടാകൂലായിരുന്നു. അങ്ങനെ ഇല്ലാത്ത ഒരു ലോകമായിരുന്നു മുഹമ്മദ് മുസ്തഫ. തനിക്കെതിരെ പ്രാർത്ഥിച്ചവർ, അവർക്കെതിരെ പ്രാർത്ഥിച്ചവരെ അടക്കം റസൂലുള്ളാഹി തങ്ങൾ ഗുണദോഷിക്കുകയാണ്. യഹൂദികൾ കടന്നു വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം വരട്ടെ, നീ മരിക്കട്ടെ എന്ന പ്രയോഗം നടത്തിയവർ അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സാമു അലൈക്കും. അപ്പൊ പറഞ്ഞു വന്നത് അസ്സാമു അലൈക്കും, മരണം നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ജൂതന്മാര് അസ്സലാമു അലൈക്കും എന്നാണെന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയുടെ സദസ്സിൽ ആയിഷ ബീവിക്ക് ഇത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ആയിഷ ബീവി പറഞ്ഞു, അലൈക്കും വലഅനകുമുല്ലാഹ്, നിങ്ങളുടെ പേരിലാണ് മരണം വരേണ്ടത്, ശാപം വരേണ്ടത്, എന്റെ ഹബീബിന്റെ പേരിലല്ല. കണ്ടോ, സാധാരണ സലാം പറഞ്ഞ വാ അലൈക്കും എന്നാ പറയാം, വാ അലൈക്കും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മേലിലും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്കും വരും, അതില്ല അലൈക്കും, നിങ്ങളുടെ മേലിലും, റസൂലുള്ളാഹിക്ക് വേണ്ട. അലൈക്കും വലഅനകും, ശരിക്കും അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി അവർക്കെതിരെ പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇടപെട്ടു. നിർത്തായിഷ, ഇത് പറയരുത്, ഇത് മൂമിനിന്റെ ലക്ഷണമല്ല. റസൂലുള്ളാഹി പറയാൻ പറഞ്ഞതിന് പകരാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, പറ്റില്ല, അലൈകി ബിർറിഫ്ഖ്. അവര് കർശനമായ ഭാഷയിൽ സംസാരിച്ചെങ്കിൽ നീ മമത കാണിക്കണം. അലൈകി ബിർറിഫ്ഖ്, നീ മമത കാണിക്കണം. വഇയ്യാകി വൽ ഉൻഫ വൽ ഫുഹ്ഷ്, അവർ അശ്ലീലവും അവർ ഗൗരവവും കാണിച്ചെങ്കിൽ, അശ്ലീലവും ഗൗരവവും പറഞ്ഞെങ്കിൽ നമ്മൾ ഗൗരവം വെടിയണം, നമ്മൾ അശ്ലീലം വെടിയണം. അശ്ലീലവും അതുപോലെ തന്നെ ഗൗരവവും നീ വെടിയണം ആയിഷ. എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ആത്മീയതയ്ക്ക് വേണ്ടി നാം ചൊല്ലുന്നു, ആത്മീയതയ്ക്ക് വേണ്ടി നാം കയറി ചൊല്ലുന്നു. എവിടെയാ ചൊല്ലുന്നത്? ഒരല്പം ആത്മീയത കിട്ടിയാൽ തിരക്കേടില്ല എന്ന് കരുതിയിട്ട് ആത്മീയതയും തേടി ഷെയ്ഖിന്റെ അടുത്ത് ചെന്നതാ. ഷെയ്ഖിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ ഷെയ്ഖ് വേറുള്ള ആലിമീങ്ങളെയും അതുപോലെ തന്നെ സാദാത്യങ്ങളെയും ഒക്കെ തെറി പറയാണ്. ഇങ്ങനത്തെ ലോകമല്ലേ ഇന്നത്തെ ലോകം? ആണ്. നല്ലോണം കരുതണം. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴുന്നത് നല്ലോണം കരുതണം. ഒരാളെ ഗീബത്തും നമീമത്തും പറയുന്ന ഒരു ഷെയ്ഖ്, അയാൾ ഷെയ്ഖാകാൻ പറ്റൂല. ഇതൊക്കെ ഇല്ലാതിരിക്കാൻ, ഇതിന്നൊക്കെ നമുക്കൊരു മോചനം നേടാനല്ലേ അയാളെടുത്ത് നമ്മൾ തെർബിയത്തും തേടി ചെല്ലുന്നത്. എന്നിട്ട് അയാൾ ഇരുന്ന് പറയാം. പിന്നെ എവിടുക്കാൻ നമ്മൾ പോകുന്നത്? വേലി തന്നെ വെള്ള നിന്നാൽ എന്തു ചെയ്യും? രക്ഷപ്പെടുത്താൻ കഴിയോ? ഇതിനെക്കുറിച്ചൊരു മഹാൻ പറഞ്ഞത്, ദിക്ർ ചെല്ലുന്ന നാക്ക്, ദിക്ർ അങ്ങനെ ചെല്ലുന്നുണ്ട്, അതിനൊപ്പം തന്നെ അലിമിങ്ങളെ കുറ്റം പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു മഹാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബില്, ഒരു സഹോദരൻ ഇങ്ങനെ തേനിങ്ങനെ മുക്കി കുടിക്കുക, തേനിങ്ങനെ കോരി കുടിക്കുക. തേൻ കോരി കുടിക്കുന്ന അതേ സ്പൂണ് കൊണ്ട് ഇടക്കിടക്ക് അയാൾ ഓവുചാലില് ഓത്തിയിലൊന്ന് അത് മുക്കിയിട്ട് അതും ഇടക്കൊന്ന് എടുത്തു കുടിക്കും. അതേ രൂപത്തിലാണ് ഈ ദിക്ർ ചൊല്ലി, നല്ല മനുഷ്യനാണ്, പക്ഷെ ഇടക്കൊന്ന് അയാളത് വഷളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ ശരിക്ക് കരുതണം. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് ഇന്ന് ആത്മീയ രംഗം, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പരലോകത്ത് അശ്ലീലം കേൾക്കാൻ കഴിയില്ല, കുറ്റപ്പെടുത്തിയുള്ള ഒരു സംസാരവും കേൾക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സംസാരം കേൾക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. നാളെ പരലോകത്ത് കേൾക്കാൻ കഴിയുന്നത് ശാന്തിയുടെ മന്ത്രമല്ലാതെ, സമാധാനത്തിന്റെ മന്ത്രമല്ലാതെ
മാന്യതയുടെ മന്ത്രമല്ലാതെ നാളെ സുഖലോക സ്വർഗത്തിലൊന്നും കേൾക്കാൻ കഴിയില്ല. കൂട്ടുകാര് പരസ്പരം അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ നല്ല മാന്യമായ സംസാരങ്ങൾ മാത്രം. ഇത് മാത്രമാണ് നാളെ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ടും അത്രയേ ഉള്ളൂ. മാന്യമായ സംസാരങ്ങൾ മാത്രം. അവിടെ എനിക്ക് പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ അഭിവാദ്യങ്ങൾ നന്നാവണം. എല്ലാ ഖീലൻ സലാമൻ സലാമ. ഏറ്റവും മുസ്ലിമിന് അഭിമാനകരമായ ഒരു അഭിവാദ്യമുണ്ട് മുസ്ലിമിന്, അസ്സലാമു അലൈക്കും. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അത് തന്നെയാണ് നമ്മൾ എവിടെയും പറയേണ്ടത്. ആ അസ്സലാമു അലൈക്കും എന്നതിന്റെ വക്താക്കളായി നമ്മൾ വളരണം. എങ്കിലേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയൂ. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. തീർച്ചയായിട്ടും രക്ഷയുടെ ശാന്തിയുടെ മന്ത്രങ്ങളല്ലാതെ അവിടെ കേൾക്കാൻ കഴിയില്ല. ഫുള്ളതായിരിക്കും ശാന്തിയുടെയും രക്ഷയുടെയും മന്ത്രങ്ങൾ. നല്ല വാക്ക് മാത്രമേ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയൂ. അവ തെറിയഭിഷേകം ചെയ്യുന്നത് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. തറ വാക്കുകൾ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. അശ്ലീലങ്ങൾ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. അക്രമം, അനീതി, അസഭ്യം, തെറി, ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഒരിക്കലും അത് സംബന്ധമായ പദങ്ങളൊന്നും സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. സ്വർഗത്തിലെ നിഘണ്ടുവിൽ ഇത്തരം ഉളുപ്പില്ലാത്ത പദങ്ങളൊന്നുമില്ല. മാന്യത, സ്നേഹം, ശ്ലീലം, ഇങ്ങനെയുള്ള നല്ല നല്ല പദങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. വേണ്ടാത്തരം സ്വർഗത്തിലുണ്ടാകൂല. ഒന്നാമതായത് ഇനി മഹാന്മാര് പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കും. കാരണം മുസ്ലിമിന്റെ അഭിമാനകരമായ അഭിവാദ്യ ശൈലിയാണ് അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ്, ജൂതന്മാർക്ക് എന്റെ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായത് 2-3 കാര്യത്തിലാ. ജൂതന്മാർക്ക് എന്റെ സമൂഹത്തോട് അസൂയ തോന്നിയ 2-3 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം സലാമിന്റെ കാര്യമാണ്. ഒന്ന്, സഫ് അണി നിൽക്കുമ്പോ ശ്രദ്ധിക്കണം. കൂട്ടത്തിലത് പറഞ്ഞാൽ ഉപകാരപ്പെടും. സഫ് കെട്ടുമ്പോഴേ നല്ല കൃത്യമായിട്ടായിരിക്കണം സഫ് കെട്ടേണ്ടത്. കാലുകൾ, മടമ്പുകൾ ഒപ്പിച്ചാണ് നമ്മൾ സഫ് കെട്ടേണ്ടത്. സഫ് കെട്ടുമ്പോൾ നമ്മൾ മടമ്പുകൾ ഒപ്പിച്ച് കൃത്യമായിട്ടായിരിക്കണം നമ്മൾ സഫ് കെട്ടേണ്ടത്. ആ സഫിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, മുൻഗാമികളായ ആളുകൾക്കൊന്നും ഇങ്ങനെ ഒരു സമ്പ്രദായമില്ലായിരുന്നു, സഫ് നേരെയാക്കുന്ന പരിപാടി. അവർക്കൊക്കെ എന്താ ഉള്ളത്? അവർക്കൊക്കെ ഉണ്ടായിരുന്നത് കൂട്ടായ ആരാധനകൾ, ജമാഅത്ത് നിസ്കാരങ്ങൾ അവർക്കുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ സമ്മേളനത്തിന് നിൽക്കും പോലെ കൂട്ടായിട്ടങ്ങ് നിൽക്കലാ, അത് സഫൊപ്പിച്ച് നിൽക്കലൊന്നുമില്ല. എന്നാൽ നമ്മുടെ നിസ്കാരം അങ്ങനെയല്ല. കൃത്യമായി മടമ്പുകൾ ഒപ്പിച്ച് തോളോട് തോള് ചേർത്ത് സഫായി നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത്. ജൂതന്മാർക്ക് എന്റെ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നിയ ഒരു മേഖലയാണിത്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ മേഖലകളിൽ ഉളുപ്പ് പാലിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ ഈ നിൽക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മുടെ സഫിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പമുള്ളത്, അതൊന്നാണ് കയറ്റുക. നമ്മളൊന്ന് ബാക്കോട്ട് നോക്കിയാൽ മതി. എവിടെയെങ്കിലും ഒക്കെ തെന്നിത്തെറിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ, തെന്നിത്തെറിച്ച് നിൽക്കുന്നവരോട് ഒന്ന് പറഞ്ഞാൽ അത് സംഗതി അപ്പം തന്നെ പരിഹരിക്കപ്പെടും. അല്ല, സ്വഫ് നേരെയാക്കുന്നിടത്തും മസിൽ പിടുത്തുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ ആ അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആരാണ് എന്നോട് പറയാൻ, ഇയാൾ കയറിന്നോ എന്ന ശൈലി സ്വഫ് നേരെയാക്കുന്നിടത്തുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളെ നന്നാക്കാൻ കഴിയൂല. സ്വർഗത്ത് പോണ്ടി വരും നന്നാണെങ്കിൽ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കുശുമ്പില്ലാത്ത ലോകം, കുറുമ്പില്ലാത്ത ലോകം, അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്ന് പറഞ്ഞു. കാരണം ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട്. എന്താ ഞാൻ കയറിക്കൊള്ളുന്ന ജോർച്ചേണ്ട ഇറങ്ങിക്കാളാം, എന്നാലിപ്പോ സംഗതി പരിഹരിക്കൂലേ? പരിഹാരമാകല്ലേ വേണ്ടത്. പക്ഷെ ഞാൻ എന്തായാലും കുറയാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ നിർവാഹമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വഫ് നിൽക്കുന്നോർത്ത് റെഡിയാക്കണം. പിന്നെ നബി പറഞ്ഞത് സലാം, അതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സലാമിന്റെ കാര്യമാണ്. സലാം നിങ്ങളത് പ്രചരിപ്പിക്കണേ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ പറ്റുന്ന ഒരൊറ്റ മൂലി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. അവര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു അഹ്ബബ്തും. നബി തങ്ങൾ പറഞ്ഞു, ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താ നബിയേ അത്? ഖാല അഫ്ശുസ്സലാമ ബൈനക്കും.
നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം. സലാം അലൈക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം വേണം. ഇന്നലെ മുസാഫഹത്തിനെ കുറിച്ച് പറഞ്ഞു, സലാം പറഞ്ഞതിന്റെ ശേഷമാണല്ലോ. ആ സലാം പറയുന്ന സംസ്കാരം വളർത്തിയെടുക്കണം. അൽഹംദുലില്ലാ, ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഏറെക്കുറെ സന്തോഷകരമാണ്. അങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് സലാം പറയും. പഴയ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ഓത്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ, ചെറുപ്പത്തിലൊരു ഏകദേശം ഒരു 10-20 കൊല്ലമായിപ്പോ. ആ 10-20 കൊല്ലം മുമ്പുള്ള കഥ, അന്നത്തെ ചിത്രം ശരിക്കും നമുക്കിങ്ങനെ കാണായിരുന്നു. കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുള്ളൂ. ചെറുപ്പക്കാർക്കൊക്കെ അത് പറയാൻ പറഞ്ഞാൽ എന്തോ ഒരു കുറവായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ചെറിയ കുട്ടികളടക്കം കണ്ടില്ല നിങ്ങൾ, ചെറിയ മക്കളടക്കം വന്നിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദേ എന്ന് പറയും. ഏത് ചെറിയ കുട്ടിയും നല്ല സ്വഭാവം, സലാം പറയുന്ന ഒരു സ്വഭാവം. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അതിന്റെ മൊത്തം ക്രെഡിറ്റ് നമ്മൾ ഗൾഫുകാർക്കാണ് കൊടുത്തെങ്കിൽ നഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സ്വഭാവം നാട്ടിൽ വന്നത് ഒന്ന് ഗൾഫിന്റെ സാന്നിധ്യം. ഇവിടുന്ന് ഇങ്ങനെയൊക്കെ മടിയാണെങ്കിലും ഗൾഫിൽ പോയി ഇതിങ്ങനെ പറയും കേൾക്കും ചെയ്തപ്പോൾ നാട്ടിൽ വന്നിട്ടാണ് പറച്ചിൽ തുടങ്ങിയതാ ചെറുപ്പക്കാർ. ഇപ്പൊ പിന്നെ ആകെ എല്ലായിടത്തും ഇതായതുകൊണ്ട് ഗൾഫിന്റെ സാന്നിധ്യം എല്ലാ നാട്ടിലും ഉള്ളത് കൊണ്ട് ഇപ്പൊ കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ അതിന്റെ ഒക്കെ മുമ്പ് മറന്നുകൂടാത്തൊരു സംഗതിയുണ്ട്. പഴയ കാലത്തൊരു ഭൗതിക വിദ്യാർത്ഥി ഉസ്താദിനെ കണ്ടാൽ, മുസ്ലിയാരെ കണ്ടാൽ മാറി 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 ഇങ്ങനെ പോകല. അതേതോ ഒരു മൊല്ലാക്ക അല്ലെ, മൂപ്പര ഭാഷയിൽ അങ്ങനെയാണ്. അതൊരു മൊല്ലാക്ക, ലോകത്തിനെ പറ്റിയൊന്നും തിരിയാത്ത. ഇയാളെ മനസ്സിൽ അങ്ങോട്ടുള്ളതോ ഒരു ഒന്നാം തരം റൗഡി അല്ലെ. രണ്ടാളും അങ്ങനെ അങ്ങോട്ട് പോകല. പക്ഷെ ഇന്ന് അതല്ല, അതിന് മാറ്റം വന്നു. അയാൾ കണ്ടാൽ ആദരപൂർവ്വം ഉസ്താദിനോട് വന്ന് സലാം പറയും. ഉസ്താദ് നല്ല സ്നേഹത്തോടു കൂടി അയാൾക്ക് കൈ കൊടുക്കും. എന്തേ കാരണം? ഇതിൽ മാറ്റം വരുത്തിയത് ഞാൻ പറയുന്നത് ഭൗതിക വിദ്യാർത്ഥിയും പാൻസ് ധരിച്ച വിദ്യാർത്ഥിയും തലപ്പാവ് ധരിച്ച വിദ്യാർത്ഥിയും ഒരു ആൾ പ്രസിഡന്റും ഒരാൾ സെക്രട്ടറിയുമായി വലിയൊരു പ്രസ്ഥാനം ഈ കേരളക്കരയിൽ വന്നു എന്നതാണ്. ആ സുന്നി പ്രസ്ഥാനമാണ് ഈ രണ്ട് വിഭാഗങ്ങളെ, രണ്ട് ധ്രുവങ്ങളിലായി പോയിരുന്ന ഇവരെ അടുപ്പിച്ചത്. അതൊറ്റ വാക്ക് പറഞ്ഞെങ്കിൽ ആരും അത് അംഗീകരിക്കുന്ന ഒരു സത്യമായതുകൊണ്ട് എല്ലാവർക്കും അംഗീകരിക്കാം. SSF എന്ന പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. അതിൽ ഇസ്മായിൽ ഒഫയെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ഈ തരുണത്തിൽ. അപ്പൊ എന്തുണ്ടായി? ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നപ്പോ അന്ന് അവർ സ്വപ്നം കണ്ട പലതും ഇന്ന് പൂവണിഞ്ഞു. അന്ന് സ്വപ്നം കണ്ടിരുന്നത് എന്താ? ഈ മുസ്ലിയാർക്കും ഗുണമുണ്ട്, അതുപോലെ തന്നെ ഈ പണ്ഡിതനും ഗുണമുണ്ട്, ഈ ഭൗതിക വിദ്യാർത്ഥിക്കും ഗുണമുണ്ട്, മതവിദ്യാർത്ഥിക്കും ഗുണമുണ്ട്. മതവിദ്യാർത്ഥിയിൽ നിന്ന് കിട്ടേണ്ട കുറെ സംഗതികളുണ്ട്. ഭാഷാശുദ്ധിയും ലോകവിവരവും ഒക്കെ മതവിദ്യാർത്ഥിയിൽ നിന്ന്, ഭൗതിക വിദ്യാർത്ഥിയിൽ നിന്ന് മതവിദ്യാർത്ഥിക്ക് കിട്ടണം. അത് കിട്ടി. ഇന്ന് മുസ്ലിയാർക്ക് അതുണ്ട്. അതേസമയം ഈ മതവിദ്യാർത്ഥിയിൽ നിന്ന് ഭൗതിക വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട സംസ്കാരവും തഖ്വയും അത് അങ്ങോട്ടും പോയി. അപ്പൊ ഇന്ന് തൊപ്പി വെച്ച ഇൻസൈഡ് ചെയ്ത് തൊപ്പി വെച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന ലെക്ചർമാരുണ്ടായി. നമുക്ക് തലപ്പാവ് ധരിച്ച് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഇംഗ്ലീഷ് അധ്യാപകർ നമുക്കുണ്ടായി. അതൊക്കെ ഇതിന്റെ നേട്ടമാണ്, ഈ പ്രസ്ഥാനത്തിന്റെ നേട്ടമാണ്. അല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഉള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂല്ലോ. അപ്പൊ ഏതാവട്ടെ, പറഞ്ഞു വന്നത് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എപ്പോഴും ഇദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. നിങ്ങൾക്കൊരു കാണിക്ക ഇങ്ങോട്ട് ആരെങ്കിലും നൽകിയാൽ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, അതിനേക്കാൾ മെച്ചപ്പെട്ടത് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെയാ വേണ്ടത്. ഇങ്ങോട്ട് കൊണ്ടത് ചിലപ്പോൾ 10 കിലോ ആയിരിക്കും അലുവ, അങ്ങോട്ട് 15 കിലോ കൊണ്ടുപോകണം. അതാ നമ്മുടെ മാമൂല്. ഇതാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. അമ്മാരൊക്കെ ചോദിക്കുന്ന കേട്ടില്ല, ഇങ്ങോട്ട് പോലെ എത്രയോ കൊണ്ടതിന് 10, എന്നാ ഒരു 15 കൊണ്ടേക്കോ എന്ന് പറയും. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന തഹിയ്യത്തിനേക്കാൾ മെച്ചപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പോരാ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് അങ്ങനെ പറയണം. അങ്ങനെ കുറച്ച് കൂട്ടി പറയുന്ന ഒരു ശൈലി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അതിനെ ഒന്നും കൂടെ സ്വാഗതം ചെയ്ത് ഒന്നും കൂടെ കൂട്ടി വർദ്ധിപ്പിച്ചു നൽകി അതിനെ സ്വാഗതം ചെയ്യുന്ന ശൈലി വേണം. സലാം പറയുന്നത് ഒരു നല്ല ശൈലിയാണ്, അത് വളർത്തിയെടുക്കണം. എന്നാ ഞാൻ പറയുന്നു, ഈ സലാം പലയിടത്തും സജീവമാകുമ്പോൾ ഞാൻ പലയിടങ്ങളിലും പറഞ്ഞതാണ്, പലപ്പോഴും ഞാൻ ഉണർത്തിയതാണ്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഇത് അവഗണിക്കപ്പെടുകയാണ്. നാട്ടിലും അതുപോലെ തന്നെ റോട്ടിലുമൊക്കെ സജീവമാകുന്ന സലാം പലപ്പോഴും വീടുകളിൽ അവഗണിക്കപ്പെടുന്നു. വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ അതാ വയസ്സു എന്ന ഉപ്പയുണ്ട് വീട്ടിൽ, ചാരുകസേരയിൽ ഇങ്ങനെ ചാരിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേറ്റുപടിയിലിരിക്കുന്നുണ്ട് ഉപ്പ, കസേരയിലിരിക്കുന്നുണ്ട്. ആ ഉപ്പന്റെ അടുത്തേക്ക് പൂമുഖത്തേക്ക് കയറുമ്പോ ഇവൻ അസ്സലാമു അലൈക്കും എന്ന് മാന്യമായി പറയുന്ന ശൈലിയില്ല.
ഇപ്പോഴും കേരളീയൻ അങ്ങോട്ട് വളർന്നിട്ടില്ല. സത്യമാണ്. വിവരമുള്ളവരും ചെയ്യാറില്ല. സത്യമാണത്. കാരണം എന്താന്ന് വെച്ചാല് എന്തോ ഒരു വല്ലാത്ത ഒരു മടിയാണ് ഇതിന് കാരണം. അലസതയാണ്. പറയണം എന്നൊക്കെ അറിയാം. വാപ്പാക്ക് സലാം പറയേണ്ടതാണ്. ചെറുപ്പത്തിൽ പഠിച്ചതുമാണ് മദ്രസയിൽ നിന്ന്. വാപ്പാനോടും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ആദരപൂർവ്വം സലാം ചൊല്ലണം. പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് പറയാൻ എന്തോ ഒരു കുറവ്. അതാണ് ഇപ്പൊ നമുക്കുള്ള കുഴപ്പം. 1-2 പ്രാവശ്യം അങ്ങ് പ്രാക്ടിക്കലാക്കിയാൽ നടക്കാവുന്നതേ ഉള്ളൂ. കയറിയാണ് ചെല്ലുമ്പോൾ വാപ്പാനോട് അസ്സലാമു അലൈക്കും ഇന്നെ ഒന്നാണ് ചെല്ലുമ്പോൾ പറഞ്ഞു നോക്കേണ്ടി എന്താ ആകുക നോക്കാലോ. അസ്സലാമു അലൈക്കും എന്ന് വാപ്പാനോട് ധൈര്യമായിട്ട് പറഞ്ഞോളി. കാരണം വാപ്പത് റോട്ടിൽ ഇറങ്ങുമ്പോൾ കേൾക്കണോ മടക്കണോ ഒക്കെയാണ്. പക്ഷെ അകത്തേക്ക് കടക്കുമ്പോൾ ഇനി പറയേണ്ടത് ഉമ്മാനോടാ. പക്ഷെ ഉമ്മാനോട് പറയുന്നതിന് മുമ്പ് സംഗതി ഒന്ന് പറഞ്ഞാണ്ടി. ഞാനിങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്നു. അവിടുന്ന് കേട്ടതാണ്. ഇത് വലിയൊരു കാര്യമാണ് ഉമ്മ. അതുകൊണ്ട് ഇന്ന് മുതൽ സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പറയാൻ നല്ലത്. അല്ലെങ്കിൽ ഉമ്മ ചിലപ്പോൾ തലേ കൈയ്യട്ടി ആർക്കും. പഠിച്ചോൻ എൻ്റെ കുട്ടിക്ക് ഇറങ്ങിപ്പോകുള്ള ഒരു കുഴപ്പമില്ല. ഇനി ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ നടാടെയായിരിക്കും. ആദ്യമായിട്ടായിരിക്കും സലാം പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സലാം നിർബന്ധമായിട്ടും പറയണം. അസ്സലാമു അലൈക്കും എന്ന ശൈലി. ഭാര്യയോട് സലാം പറയാം. ഭാര്യയോട് യാത്ര പറഞ്ഞ് പോരുമ്പോൾ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യാം. ഒക്കെ നല്ലതാണ്. അതൊന്നും വിട്ടു പോകാൻ പാടില്ല. മുസാഫഹത്ത് നമ്മൾ ചെയ്തേക്കാം. പക്ഷേ സലാം ചെല്ലാൻ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ഉണ്ടാകരുത്. അതൊക്കെ നല്ല കാര്യമാണ്. മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മക്കളെ ശീലിപ്പിക്കുക. മാതാപിതാക്കളോട് സലാം പറയിപ്പിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചു. അതേസമയം ഈ അശ്ലീല അഭിവാദ്യങ്ങൾ മക്കള് ചെറുപ്പത്തിൽ തന്നെ ഏതാ പറയും ഗുഡ് ബൈ പറഞ്ഞ് പഠിപ്പിക്കുക. അത് വേണ്ട. അത് പറഞ്ഞ് പഠിപ്പിക്കണ്ട. മക്കളെ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരങ്ങൾ പഠിപ്പിക്കണ്ട. നമുക്ക് നല്ലൊരു അഭിവാദ്യ ശൈലിയില്ലേ, നമുക്കത് തന്നെ ആയിക്കൂടെ? എത്ര മട്ടമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കേട്ടോ. നബിതങ്ങൾ പറഞ്ഞു പിൽക്കാലത്തൊരു സമൂഹം വരാനുണ്ട്. ആഖിർ സമാനിൽ ഒരു തലമുറ ഇവിടെ വരാനുണ്ട്. കാലാന്തരത്തിൽ ഒരു സമൂഹം വരാനുണ്ട് കേട്ടോ. തകൂനു തഹിയ്യതുഹും ബൈനഹും, അവർക്കിടയിൽ അവരുടെ അഭിവാദ്യങ്ങളാകും. ഇദാ തലാഖൗ, അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോ അവർക്കിടയിലുള്ള അഭിവാദ്യങ്ങൾ തലാഴുനായി മാറും. ഇമാം അഹ്മദ്, ഇമാം തുബ്രാനി, ഇമാം ഹാക്കിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാ. ഇനിയൊരു സമൂഹം വരാനുണ്ട് എന്റെ ഉമ്മത്തില്. അവർ കണ്ടുമുട്ടുമ്പോ അവർക്കിടയിലുള്ള അഭിവാദ്യം ശാപവാക്കുകളാകും. ലഅനത്തിന്റെ വചനങ്ങളാകും. ലഅനത്തിന്റെ വചനങ്ങള് തഹിയ്യത്തായി മാറും, അഭിവാദ്യമായി മാറും എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങി. കാരണം എന്താ? നമ്മളിങ്ങനെ പലപ്പോഴും ഈ ഹദീസ് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തൃശ്ശൂർ ഭാഗത്തുള്ള കൂട്ടുകാരെ കുറിച്ചാണ്. തൃശ്ശൂരൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഒരു സുഹൃത്തിനെ കണ്ട ഹലോ പന്നി എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കും. പന്നീന്ന്. എത്ര സന്തോഷത്തിലാ വെളിനറിയങ്ങള്. വിളിക്കണാക്കും സന്തോഷാണ്, കേൾക്കണാക്കും സന്തോഷാണ്. ഇതാ റസൂലുള്ളാഹി പറഞ്ഞു തകൂനു തഹിയ്യതുഹും ബൈനഹും ഇദാ തലാഖവു തലാഉൻ, പരസ്പരം കണ്ടുമുട്ടുമ്പം അവർക്കിടയിലുള്ള അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതിന് പകരം അവരഭിവാദ്യം ചെയ്യുന്നത് പന്നിയും നായയും പട്ടിയുമൊക്കെ ആയിരിക്കും. നമ്മളും പറയാറുണ്ട്. നമുക്ക് പറ്റിയ രൂപത്തിലൊക്കെ നമ്മളും പറയാറുണ്ട് അല്ലേ? എടാ നായെ, കുതിരയെന്നൊക്കെ വിളിക്കുന്ന, അംക്കെന്നൊക്കെ വിളിക്കുന്ന ശീലം ഞമ്മക്കുണ്ട്. അത് സ്നേഹപൂർവ്വമാണ് കേട്ടോ. അവിടെയാണ് വിഷയം. പറയുന്ന ആക്കും സ്നേഹമാണ്, കേൾക്കുന്ന ആക്കും സ്നേഹമാണ്. ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ പരിസരബോധമില്ലാത്ത മൊബൈൽ ഉപയോഗത്തിലൊക്കെ എവിടെയുടെ അംക്കേജ് ഉള്ളതെന്ന് ചോദിക്കും. എടുത്തായിട്ട് തന്നെ വേറൊരു സംഗതി ഉണ്ടാവില്ല. തുടക്കം തന്നെ അങ്ങനെയായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് തിരുത്തണം. മാന്യമായ സംസാരങ്ങൾ മാത്രവും. തഹിയ്യത്തുകൾ ഒരിക്കലും മാന്യത വിടാൻ പാടില്ല. സ്നേഹപൂർവ്വമാണെന്ന് പറഞ്ഞിട്ട് മാന്യത വിടാൻ പറ്റുമോ? പറ്റൂല. പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ ഇവരാന്നാ എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങൾ, സഹോദരിമാര് പലപ്പോഴും അങ്ങനെയാ. ഒരു സഹോദരിയെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും വലിയ ശാപവാക്കായിരിക്കും പറയാം, അവന്റെ പണ്ടാറയെ എന്നെ കണ്ടിട്ട് കാലത്രയായി, അല്ലെ? അത്തരം പ്രയോഗങ്ങൾ. ഇതൊന്നും ഞാൻ ഉദാഹരണം പറയാതെ സംഗതി മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് പറയേണ്ടി വരിക. മുമ്പ് പോയിട്ട് പറയാൻ പറ്റിയതല്ല. പക്ഷെ പറയാൻ സംഗതി തിരിയൂല, അതുകൊണ്ട് പറയേണ്ടി വരിക. അപ്പൊ അത്തരം പ്രയോഗങ്ങൾ നല്ല ഇഷ്ടത്തോടു കൂടി അവർ പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, സംഗതി ശാപവാക്കുകളാ. ഇങ്ങനെയായി വരുന്ന ഒരു സമൂഹമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉളുപ്പുകൾ നമ്മൾ പാലിച്ചേ പറ്റൂ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യവും കൂടെ, അതായിട്ട് ബാക്കി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, അതും കൂടെ പറയാം. ഇനി പറഞ്ഞതെന്തേ? സഫിന്റെ കാര്യം പറഞ്ഞു. സഫ് നിൽക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. സലാം പറയുക, മടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ള പറഞ്ഞത് വകലിമതു ആമീൻ. ജൂതന്മാർക്ക് എന്റെ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയത് ആമീൻ എന്ന വചനം കേൾക്കുമ്പോഴാ. ആമീൻ. ഒരാൾ ദ്വാരക്ക, ബാക്കിയുള്ളവരൊക്കെ കൈ ഉയർത്തിയിട്ട് ഞങ്ങളെ ദ്വാ നീ സ്വീകരിക്കണേ എന്ന് പറയാം. അത് ജൂതന്മാർക്ക് തീരെ കണ്ടുകൂടാ. അത് എനിക്കായിട്ട് തന്നതാണ്. 3 കാര്യം. നിസ്കാരത്തിലെ സൊഫാനി ക്രമം എനിക്ക് മാത്രം തന്നതാണ്. സലാം പറയുന്ന ശീലം എനിക്ക് മാത്രം തന്നതാണ്. അതുപോലെ തന്നെ ഈ ശീലവും എനിക്ക് മാത്രം തന്നതാണ്. ആമീൻ എന്ന് പറയുന്ന കാര്യം എന്റെ മുമ്പ്. പക്ഷെ അത് പറഞ്ഞപ്പോ നബി പറഞ്ഞു ഇല്ല അന്നഹാ ഖദ് അഅതാഹാ ഹാറൂൻ. അല്ലാഹു തആല അത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹാറൂൻ നബിക്കും കൊടുത്തിരുന്നു. കാരണം ഹാറൂൻ നബിനെ പറ്റി ചരിത്രത്തിൽ പറയുന്നത്, മൂസ നബി ദ്വാരക്കും ഹാറൂൻ നബി ആമീൻ പറയും. ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആദ്യം രണ്ടാളും കൂടെ ഒന്ന് ദ്വാരക്കും. മൂസ നബി ദ്വാരക്കും ഹാറൂൻ നബി ആമീൻ പറയും. അങ്ങനെയായിരുന്നു. അപ്പൊ ആമീൻ പറയുന്ന ശീലം ഹാറൂൻ നബിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കു തന്നെയാണ് ആമീൻ, അത് അല്ലാഹു തആല എനിക്ക് വേണ്ടി തന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് സ്പെഷ്യലായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ 3 കാര്യം നിങ്ങൾ മുഖവിലക്കെടുക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ആ ആമീന്റെ കാര്യത്തിൽ സഹോദര നമ്മൾ പിന്നിലാവരുത്. വസാബിഖൂന സാബിഖൂൻ, നമ്മൾ മുന്നിലാവണം. നമ്മൾ എപ്പോഴും നന്മയുടെ പക്ഷത്ത് മുന്നിലാവണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ ആമീന്റെ കാര്യത്തിൽ നമ്മൾ പിന്നിലാവരുത്. പലപ്പോഴും ചെറുപ്പക്കാര് സുബ്ഹാനല്ലാഹ് വലിയ അമാന്തമാണ് ഇതിലൊക്കെ കാണിക്കാറുള്ളത്. ദ്വാരക്കാണെങ്കിൽ കൈ ഒരു ഭാഗത്ത് മടിയിൽ അവിടെ ഉണ്ടാവും. ആമീൻ ചൊല്ലിയാൽ ചുണ്ടും കെട്ട ഇളകി കിട്ടണമെങ്കിൽ വലിയ പ്രയാസം. ഇവിടുന്നൊക്കെ സജീവായിരിക്കും. കാരണം ഇപ്പൊ ഇവിടെ എത്തുന്നതൊക്കെ അത്തരം ആളുകളാണല്ലോ, നല്ലൊരു ചിട്ടയിലും സെറ്റപ്പിലൊക്കെ ഉള്ളത്. ഇതിനൊക്കെ പുറത്തുണ്ട് ഇപ്പൊ ഒരു വിഭാഗം. അവരെ പറ്റിയാണ് ഇപ്പൊ കൂടുതൽ ഈ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. ഒരു ആമീൻ എന്നൊക്കെ പറയാൻ എന്തോ ഒരു മാനക്കേടാ. ആമീനൊക്കെ എടുക്കണ സദസ്സിലാണെങ്കിൽ ഞാൻ ആമീൻ എടുക്കുന്നില്ല എന്നും വരുത്തണ്ട, ഉണ്ട് എന്നും വരുത്തണ്ട. ആ കോലത്തിലൊക്കെ ഓലെ ഇരുത്തം കണ്ട അങ്ങനെ വരിക. ഓലെ ഇരുത്തം കണ്ടാൽ നമുക്ക് തന്നെ തോന്നുക ഓപ്പൊ ആമീൻ എടുക്കുന്നുണ്ട് എന്ന് ആർക്കും തോന്നിപ്പോകരുത്, എന്നാ ഇല്ലാന്നും തോന്നിപ്പോകരുത്. ആ രൂപത്തിലുള്ള ഒരു ഇരുത്തൊക്കെയാണ് അവന്റെ അടുത്തുണ്ടാകുക. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ചില നിക്കാഹിന്റെ വേദികളിലാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ദ്വാരക്കണ ഇച്ചങ്ങായിക്കും വേണ്ടിയാ. നമ്മളെ മുമ്പിലിരിക്കണ ഇവനും വേണ്ടിയാ നമ്മൾ ദ്വാരക്കണേ. നിക്കാഹിന്റെ വേദിന്ന് ഇവനും വേണ്ടിയാ ദ്വാരക്കണേ. പഠിച്ചോനെ ഇവനും ഇവന്റെ ഭാര്യനെയും നീ ഇണക്കി കൊടുക്കണം, ഈ ദാമ്പത്യ റാഹത്താക്കി കൊടുക്കണം, മരിക്കുന്നത് വരെ റാഹത്താക്കി കൊടുക്കണം. ഭയങ്കര ദ്വാ. ഇവനോ ഇവൻ കയ്യട മടിയിട്ടിട്ടുണ്ട്. ആമീൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാ മതിയാകണം അപ്പാണ് നിർത്തിക്കാളി ഉസ്താദെ. ഇവൻ അതൊന്നും വേണ്ട. സമ്മതി. നമ്മൾ ദ്വാരക്കുന്ന ആർക്കും വേണ്ടി ചങ്ങായിക്കും വേണ്ടിയിട്ടാ. നോക്ക് നിങ്ങളായാലൊക്കെ എത്രമാത്രം ഒരു അസംബന്ധം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവനും വേണ്ടി അത് ദ്വാരക്കണം. ഇവനും എന്റെ പെണ്ണുങ്ങൾക്കും വേണ്ടി. ഉസ്താദ് ദ്വാരക്കുന്നു, മൊല്ലാക്ക ദ്വാരക്കുന്നു, ഒപ്പം വന്ന കാരണന്മാരൊക്കെ ദ്വാരക്കുന്നു, ഇവന്റെ കൂട്ടുകാരൊക്കെ ദ്വാരക്കുന്നു. അവരൊക്കെ ആത്മാർത്ഥത ഉണ്ട്. അമോഷൻ കാക്കാണെങ്കിൽ അയാൾക്കും ആത്മാർത്ഥത ഉണ്ട്. സ്ത്രീധനത്തിന്റെ കടുപ്പം പോലെ അയാളും ആമീന്ന് ഉള്ളുന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവന് മാത്രം ഒരു കുലുക്കുമില്ല. ഇവൻ ആ ഇരുത്തങ്ങനെ ഇരിക്കുക, ഒരു കുലുക്കുമില്ല. എന്നാ ഞാൻ ആദ്യം പറയുന്നത് ഉറക്ക ആമീൻ പറയണം. അതൊരു നല്ല ശീലാക്കി വളർത്തിയെടുക്കുക. ഉറക്ക ആമീൻ പറയാ. ഉറക്ക ആമീൻ പറയുന്നത് നല്ല ശീലമാണ്. അതോടൊപ്പം തന്നെ ആമീൻ എടുക്കുന്ന സമയത്ത് അതിന് ചിട്ടയൊത്ത ഒരു രൂപം. എങ്ങനെ ആമീൻ എടുക്കുമ്പോൾ കൈ പിടിക്കേണ്ടത്, അതിനൊക്കെ മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആമീൻ എടുക്കുമ്പോൾ കൈ പിടിക്കേണ്ടത്? നമ്മളൊക്കെ പല രൂപത്തിലാണ് പലരും പിടിക്കൽ. ചിലർ ഇങ്ങനെ പിടിക്കും, ചിലർ ഇങ്ങനെ പിടിക്കും, എന്തൊക്കെയോ കാട്ടൽ. ഇങ്ങനെയൊന്നും ഒരിക്കലും പിടിക്കാൻ പാടില്ല. ലാ തസ്അലു ഹജാതികും ബിദുഹൂരി അകുഫികും സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുൻകൈയിന്റെ പുറം കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കരുത്. മുൻകൈയിന്റെ പുറത്തേക്ക് ആകാശത്തേക്ക് വരുന്ന രൂപത്തിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ചോദ്യം, അതൊന്നും ശരിയല്ല. ഇങ്ങനെ നാസിലത്തിന്റെ കുനൂത്തിൽ മാത്രമേ പറ്റുള്ളൂ. വന്ന അപകടം തട്ടിപ്പോകാൻ നാസിലത്തിന്റെ കുനൂത്തിൽ മാത്രമേ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ എങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്? അത് തന്നെ ഒരു കൈയിൽ കയറ്റി വെക്കലല്ല ശൈലി.
പറയുന്നു. എന്റെ സുന്നത്തായ വശം പറയാണ്, ചെയ്യുന്നവർ ചെയ്യാ, ഇനി ജീവിതത്തിൽ കൃത്യമായി അങ്ങ് പാലിച്ചാൽ മതി. ഇബ്നു ഹജറുൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയും രണ്ട് തട്ടിലാണ്. കാരണം അവർക്കിടയിൽ അങ്ങനെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട് മസ്അലകൾക്കിടയിൽ. ആ രണ്ട് ശൈലിയും നമുക്ക് അനുകരിക്കാം, കുഴപ്പമില്ല. ഇബ്നു ഹജർ പറഞ്ഞ ശൈലിയാണ് ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദ്, മർഹൂം ചെറുശോല ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അവരുടെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. അവരുടെ ബറക്കത്ത്, അതിലേറെ അവരുടെ സൂക്ഷ്മത, വല്ലാത്ത സൂക്ഷ്മതയായിരുന്നു. അതുകൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആ സൂക്ഷ്മതയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ടവരൊക്കെ പറഞ്ഞിരുന്നു, അതിൽ ഏറ്റവും നല്ല പിടുത്ത മക്കളെ ഇബ്നു ഹജർ പറഞ്ഞ പിടുത്ത സാധാരണക്കാർക്കൊക്കെ പറ്റിയത് അതാട്ടോ എന്നിങ്ങനെ ഒരിക്കൽ തുഹ്ഫ എടുക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു മർക്കസിൽ നിന്ന്. അതിങ്ങനെയാണ്, ഒരു കൈ കയറ്റി വെക്കലും അല്ല, രണ്ട് കൈയും കൂടെ ചേർത്തു പിടിക്കുക. ഇൽസാഖ്, അങ്ങനെ ചേർത്തു പിടിക്കുന്ന ഇതാണ് ഏറ്റവും നല്ല രൂപം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ, ഈ രണ്ട് രൂപവും നിങ്ങൾ കാണാറുണ്ട്. ഈ രണ്ടാലൊരു രൂപം സ്വീകരിച്ചാൽ മതി. അത് ഇതിപ്പോ സാധാരണ നമുക്ക് സാധാരണക്കാരൊക്കെ ആകുമ്പോൾ ഒരു മടിയായിരിക്കും, എന്തോ ഒരു സംഗതിയൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ തോന്നിയേക്കാം. അപ്പൊ അതൊന്നും വേണ്ട, ഇങ്ങനെ പണ്ഡിതനും പാവനും ഒക്കെ പിടിക്കാൻ പറ്റിയ പിടുത്താണ്. ഇബ്നു ഹജർ പറഞ്ഞു ഇങ്ങനെ പിടിക്കാം. കാരണം എന്താ, ഒരു സാധനം ഒരാൾ തരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ വാങ്ങാം, ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇത്രയല്ലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പരമാവധി കൊള്ളുന്നതിന് പോരട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങും. ഇങ്ങനെയും അല്ല, കാരണം അത് വീണു പോകും, കൊഴിഞ്ഞു പോകും. അപ്പൊ ഇമാം റംലി ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ റംലി ഇമാം അതിന് നല്ല അടഞ്ഞ ന്യായവും പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടാളും വലിയ ആരിമ്യങ്ങളാണ്, വലിയ ഇമാമുമാരാണ്, രണ്ടാളി അംഗീകരിക്കുക. റംലി ഇമാം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ പിടിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ പിടിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞത് സാധനം കൊഴിഞ്ഞു പോകും വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ ചെറിയ സാധനം ആവുമ്പോഴല്ലേ എന്ന് വെച്ചു റംലി. വലിയ ചാക്കിലോ സഞ്ചിയിലോ ഒക്കെ തരികയാണ് ഇങ്ങനെയല്ലോ വാങ്ങാന്ന് വെച്ചു. അപ്പൊ അതൊക്കെ ന്യായപ്പാർക്കും പറയാലോ. അപ്പൊ ഇങ്ങനെയും പിടിക്കാം, ഏറ്റവും നല്ലത് ഇങ്ങനെ പിടിക്കാം. ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെന്തായാലും നിർബന്ധമായിട്ടും ആമീൻ എടുക്കണം. എടുത്താൽ പോരാ, അതിനൊരു ചിട്ടയും സ്വഭാവമൊക്കെ ഉണ്ടാവണം. ആ സ്വഭാവമൊക്കെ ആ മട്ടത്തിൽ തന്നെ നമ്മൾ പാലിക്കണം. അതാ വേണ്ടത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് നന്മകളാണ്. ആ നന്മയുടെ പക്ഷത്ത് നമ്മൾ മുമ്പിൽ തന്നെ കാണപ്പെടണം. നമ്മൾ ഒരിക്കലും പിന്നിലാവാൻ പാടില്ല. ഇനി നമ്മൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്ന് നമ്മൾ ഈ പറഞ്ഞു വെച്ചത് നല്ല ഉത്തമ വിഭാഗത്തിനുള്ള സ്വർഗാനുഭൂതിയുടെ അവസാനം, അതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ പറഞ്ഞത്. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. പക്ഷേ അവിടെ അങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മൾ ഇപ്പറഞ്ഞ ഈ വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയണം. നന്മയുടെ പക്ഷത്ത് മുന്നിൽ കാണണം. നന്മയുടെ പക്ഷത്ത് മുന്നിൽ കാണുക എന്ന് പറയുമ്പം ഓരോ മഹാന്മാരെ ഓരോ ദിവസം നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഓരോ മഹാന്മാരെയും ഓരോ ദിവസം നമ്മൾ പരാമർശിച്ചു. ഇന്നും നമുക്ക് പറയാം കുറെ മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും നമുക്ക് പരാമർശിക്കാമല്ലോ. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞതാണ്, എല്ലാവർക്കും അറിയാം. അബൂബക്കർ സിദ്ദീഖിന് അല്ലാഹുവിന്റെ ഹബീബിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടുന്ന് തെളിഞ്ഞു നിന്നിരുന്ന ഒരു അമല് അതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് ത്വയ്ബു വന്നിസാ വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാഹസം ഇങ്ങനെ എണ്ണി, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ട സഹോദരിമാർ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കൽ എൻ്റെ ഒരു ഹോബിയാണ്. നിസാഇന് വേണ്ടി പ്രവർത്തിക്കുക, പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ സുഗന്ധം, ആ സുഗന്ധത്തെ സ്നേഹിക്കുക. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് ത്വയ്ബു വന്നിസാ. പെണ്ണിനോട് എനിക്ക് ഹരമാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച ഹരല്ല. അങ്ങനെ അതിനർത്ഥം പറഞ്ഞ ആ സംഗതി അപകടപ്പെടും. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അങ്ങനെ അർത്ഥം പറഞ്ഞ ഒരു മൗലവിയുടെ സദസ്സില് ഒരു മഹാൻ വല്ലാതെ വേദനിച്ചു. ഒരു മൗലവി ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, ഈ പെണ്ണ് എന്ന ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒട്ടുമുക്കാൽ ആളുകൾക്കും കഴിയൂല. എന്നിട്ട് അയാൾ അതിന് തെളിവ് പറഞ്ഞു, റസൂലുള്ള അടക്കം പറഞ്ഞത് എനിക്ക് പെണ്ണാണ് ഏറ്റവും വലിയ
എനിക്ക് പെണ്ണാണ് ഏറ്റവും വലിയ എന്റെ ദാഹം എന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ പറഞ്ഞത് എന്താണ്? അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, ജീവിക്കാൻ പോലും അവകാശം കൊടുക്കാത്ത ആ പെണ്ണുങ്ങളോടാ എനിക്ക് സ്നേഹം എന്നാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അന്ന് പെണ്ണിനോട് എല്ലാവർക്കും വെറുപ്പാണ്. ആ കാലഘട്ടത്തിൽ ആ നബി പറയുന്നത് എനിക്ക് പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയും. അവിടെയാണ് അതിന്റെ വലുപ്പമോ. ആ വലിയ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ആ വലിയ വാക്കിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ അന്നത്തെ അറേബ്യൻ സമൂഹത്തിന്റെ പെണ്ണിനോടുള്ളായിരുന്ന നിലപാട് ആദ്യം വായിക്കണം. അതില്ലാതെ പറയുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോ ഒരു ചങ്ങായി ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, റസൂലുള്ള അടക്കം ഇങ്ങനെയല്ലേ പറഞ്ഞത്, തലതിരിഞ്ഞ വ്യതിയാന ചിന്താഗതിക്കാരനായിരിക്കും അങ്ങനെ പറയാന്ന് ഉറപ്പാണല്ലോ. ഇസ്മായിലുൽ ഹഖ് തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഈ പണ്ഡിതൻ അവിടെ നിന്ന് വേദനിച്ചു. സുഹൃത്തെ, ഈ അങ്ങനെ പറയല്ലേ, ഇത് റസൂലുള്ളാഹിനെ പറ്റിയല്ലേ, റസൂലുള്ളാഹിനെ പറ്റിയാവുമ്പോ അതിനനുസരിച്ച് ഈ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഇവൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, അത് അങ്ങനെ തന്നെ പറയുന്നതിന് എന്താ കുഴപ്പം? പിന്നെ അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വളച്ചൊടിക്കണോ എന്നിവൻ ചോദിച്ചപ്പോ പറഞ്ഞു, പറഞ്ഞത് റസൂലുള്ളാഹിയാണ്, അതുകൊണ്ടാണ് നീ അതിനെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ കലാമാ നീ കൈകാര്യം ചെയ്യുന്നതെന്ന ബോധം നിനക്കില്ലേ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ ദുർവ്യാഖ്യാനമൊന്നും എനിക്ക് കേൾക്കണ്ട. സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി മുഴുവൻ ഈ മഹാൻ ടെൻഷൻ അടിച്ചുറങ്ങി കിടന്നു. കാരണം എന്താ? പഠിച്ചോനെ, ഏതെങ്കിലും ഒരു സാധുവിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനെ പറ്റി മോശമായ ചിന്ത വന്നോ എന്നിങ്ങനെ പേടിച്ച് കിടക്കുന്ന സമയത്ത് ഉറക്കം വന്നു. കുറെ വിഷമിച്ച് കിടക്കുമ്പോ അതാ ഉറങ്ങിയ പാടെ അള്ളാഹുവിന്റെ റസൂല് തന്റെ മുമ്പിൽ വന്നു. ഇസ്മായിലുൽ ഹഖ് പറയുന്ന, അള്ളാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ ഇയാളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചത്രേ, എന്തേ നിങ്ങൾ കുറെ വിഷമിച്ചല്ലേ എന്നെ തെറി പറയുന്നത് കേട്ടിട്ട് ഒരു ക്ലാസ്സിൽ വിഷമിക്കണ്ട. അങ്ങനെയാണല്ലോ ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അത്തരം ക്ലാസ്സുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്തതിന് ആയത്തും ഹദീസും ഒക്കെ ഇങ്ങനെ തെളിവുദ്ധരിക്കും, അമ്പിയാക്കൾ തെറ്റ് ചെയ്തതിന്. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. നല്ലോണം കരുതണം, വ്യതിയാന ചിന്താഗതിക്കാരനെ പേടിക്കണം. അവൻ നമ്മുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന ദജ്ജാലാണെന്ന് ഓർക്കുക. അവനാണ് ഏറ്റവും വലിയ നാശം. ഇൻഷാ അല്ലാഹ് ഞാൻ പ്രതിപാദിക്കും. ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്നതിന്റെ ഇടയിലായിട്ട് പലയിടങ്ങളിലായിട്ട് നമുക്ക് പറയാം. നബിതങ്ങളോട് മതിപ്പും കൂറുമില്ലാത്ത ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതല്ലേ നമ്മുടെ വിജയം. അങ്ങനെ എന്ത് ചെയ്തു? റസൂലുള്ള പറഞ്ഞു, ഈ ബേജാറാണ്ട് അവനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു റസൂലുള്ള. ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഈ മൗലവിയുടെ വീട് അന്വേഷിച്ച് ഇയാൾ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ ഇയാൾക്ക് വിവരം കിട്ടിയത് അത് ആരോ ഇന്നലെ രാത്രി ആരോ വന്ന് വെട്ടിക്കൊന്നുപോയി അദ്ദേഹത്തെ എന്ന് കേട്ടു. അപ്പൊ ഇയാൾ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, ഇയാൾ പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞത് എത്ര വലിയ ശരിയാണ്, എനിക്കിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? ആരോ ആവട്ടെ, കാരണം എന്തോ ആവട്ടെ, അയാൾ ഏതോ കേസിൽ കുടുങ്ങിയതാവട്ടെ, എന്തോ ഒക്കെ ആവാം മരിക്കാൻ കാരണം. പക്ഷേ റസൂലുള്ളാഹിയെ തെറി പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഈ നാശം വരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറഞ്ഞവർ ജയിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട പെണ്ണുങ്ങൾ അവരെ അടിച്ചമർത്തപ്പെടുമ്പോ, അവരെ അവഗണിക്കപ്പെടുമ്പോ അവരെ സ്നേഹിച്ചു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ജീവിക്കാൻ അവകാശം വാങ്ങിക്കൊടുത്തു. അവർക്ക് വേണ്ടി ശബ്ദിക്കലാണ് എന്റെ ഏറ്റവും വലിയ ഹോബി. അതുപോലെ തന്നെ ത്വീബ്, സുഗന്ധം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടായിരുന്നു. അത്വീബു വന്നിസാ വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത്. അത് റസൂലുള്ളാഹി ഇങ്ങ് പറഞ്ഞപ്പോ അതേ സദസ്സിൽ നിന്ന് സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സുദ്ദീഖ് പറഞ്ഞു, നിങ്ങൾക്ക് രസം ആ 3 കാര്യമാണ്, പക്ഷെ എനിക്കും രസം വേറെ 3 കാര്യമാണ്. എന്നിട്ട് സുദ്ദീഖ് 3 കാര്യം പറഞ്ഞു. ഞാനത് വിശദീകരിക്കല്ല. ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ നന്മയോടുണ്ടായിരുന്ന ആഭിമുഖ്യം. സാബിക്കൂൻ ശരിക്കും നമുക്ക് തിരിയാൻ. സുദ്ദീഖുൽ അക്ബർ പറഞ്ഞു, നബിയെ എനിക്ക് വേറെ 3 കാര്യമാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്തൊക്കെയാ? ഞാൻ അങ്ങനെ അങ്ങ് എണ്ണിപ്പോകാം. അന്നദറു ഇലാ വജ്ഹി റസൂലില്ലാഹ്. സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് എണ്ണി അങ്ങ് പോകാം. അന്നദറു ഇലാ വജ്ഹി റസൂലില്ലാഹ്. നബിയെ, എന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാ. എനിക്ക് അത്ര രസമുള്ള ഒരു കാര്യം ഈ ഭൂമിയിലില്ല. നോക്ക് നിങ്ങൾ, സുദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ എത്രയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ ഹോബി സുദ്ദീഖേ എന്നെ കാണലാണ്. എന്നാ നിന്റെ രണ്ടാമത്തെ ഹോബി എന്താണ്? സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടപ്പോ സുദ്ദീഖുൽ അക്ബറിന്റെ മറുപടി കേട്ടോ നിങ്ങള്. സുദ്ദീഖുൽ അക്ബർ പറയുകയാണ്, എന്റെ രണ്ടാമത്തെ ഹോബി എന്റെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് വേണ്ടി തരിക. സുബ്ഹാനല്ലാഹ്, അതും റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. മൂന്നാമത്തെ നിന്റെ ഹോബി എന്താന്ന് ചോദിച്ചപ്പം അവിടെയും പറഞ്ഞ മറുപടി, എന്റെ മോൾ എന്നും റസൂലുള്ളാഹിന്റെ കീഴിലാവണം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ സുദ്ദീഖിന്റെ മോളാണല്ലോ ആയിഷ ബീവി. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യ. അപ്പൊ നബിയെ, എന്റെ മോളങ്ങൾ തീർക്കരുത്, ആ ഒരു ബന്ധം നിലനിൽക്കണം.
ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ കെട്ടുബന്ധം, എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന ബന്ധം, ആ ബന്ധം നിലനിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം മാത്രമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത്. ഒറ്റ കാര്യം. 3 കാര്യം പറഞ്ഞപ്പോഴും കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഒന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ വൽ ഖലിഖു മിനസ് സിയാബ്. എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഒന്ന് നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുക, പൊട്ടിപ്പൊളിഞ്ഞ വസ്ത്രം ധരിക്കുക. അദ്ദേഹത്തിന് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹുവിനെ അങ്ങനെ എടുത്തു കാണിക്കുന്ന രംഗങ്ങളാണ്. സമയം കിട്ടിയെങ്കിൽ ഇൻഷാ അല്ലാഹ് അത്തരം സംഭവങ്ങളൊക്കെ ഇനിയും നമുക്ക് ചേർക്കാലോ, നമുക്ക് ചേർത്ത് പറയാം. ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ഹോബി വേറെ 3 കാര്യമാണ്. ഇഷ്ബാഉൽ ജിയാൻ വകിസ്വത്തുൽ ലുരിയാൻ വതിലാവത്തുൽ ഖുർആൻ. പട്ടിണി കിടക്കുന്നവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക, ഉടുക്കാൻ മുണ്ടില്ലാത്തവർക്ക് ഉടുക്കാൻ മുണ്ട് കൊടുക്കുക, അവരെ ധരിപ്പിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. ഈ 3 കാര്യമാണ്. അതുമായി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അലി ഇബ്നു, ഇതൊക്കെ ശരിക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ജീവിതം ഇങ്ങനെ എടുത്തു നോക്കണം, അപ്പോൾ അതൊക്കെ കാണുക. ഈ 3 കാര്യം ഇങ്ങനെ കാണും. ഒരു ചെറിയൊരു പയ്യനെ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് കണ്ടപ്പോഴാണ് ഒരു നല്ല സുന്ദരനായ സുമുഖനായ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ആ കിടന്നുറങ്ങുന്ന ആളെ അടുത്ത് ചെന്നിട്ട് ഈ കുട്ടി വെറുതെ ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയതാ. അപ്പൊ ഇത് വല്ലതും ചോദിക്കാൻ വേണ്ടി വിളിച്ചുണർത്തിയതാണെന്നുള്ള നിലക്ക് ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്നൊന്നും കുട്ടി അറിയില്ല. അമീറുൽ മുഅ്മിനീൻ ആ കാലത്ത് ഭയങ്കര സമ്പന്നനായിരുന്നല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ഒരു കീസും എടുത്തു കൊടുത്തു. 10,000 ദിർഹം ഉണ്ടായിരുന്നു അത്. കുട്ടി അതും കൊണ്ട് വീട്ടിൽ വന്നു. വാപ്പാന്റെ കയ്യിൽ കൊടുത്തപ്പോൾ വാപ്പ ചുദ്ധ വിടുന്നവന് അത് ആ പള്ളിയിലുള്ള ആ നീണ്ട വെളുത്ത നല്ല മനുഷ്യൻ അയാൾ തന്നതാ. ഉടനെ തന്നെ ഉപ്പ പറഞ്ഞു, ദാ അമീറുൽ മുഅ്മിനീൻ. കാരണം അവിടുത്തെ ഷെയ്പ്പ് വിവരിക്കുന്നത് കേട്ടിട്ട് മനസ്സിലായതാ. അവിടുത്തെ ഗുണം ഇങ്ങനെ പറഞ്ഞപ്പോ, ശരീരത്തിന്റെ വടിവൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, അത് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ കയ്യറിഞ്ഞ് കൊടുക്കുന്ന ഒരാൾക്ക് ഇഷ്ബാഉൽ ജിയാൻ പറയാം. പട്ടിണി കിടക്കുന്നവർക്ക് വയറ് നിറച്ച് കൊടുക്കുക, ഉടുക്കാൻ മുണ്ടില്ലാത്തവർക്ക് കൊടുക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെയാണ് ഹോബീൻ. എന്നിട്ടോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബിനോട് ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, എനിക്ക് 3 എണ്ണമുണ്ട്. അൽ ഖിദ്മതു ലില്ലൈഫ്, ഒന്ന് വിരുന്നുകാരൻ ഒത്താശ ചെയ്യുക. വിരുന്നുകാരൻ പുരയ്ക്ക് വന്നാൽ അവൻ എങ്ങനെ കയ്യിലെടുക്കണം എന്ന് എനിക്കറിയാം. അലി ഇബ്നു അബീ താലിബ് പറയാം, അതെല്ലാവർക്കും ഉള്ള കഴിവല്ല. ചില വീട്ടിലേക്ക് നമ്മൾ സൽക്കാരത്തിന് വേണ്ടി പോയാൽ ചില വീട്ടുകാരൊക്കെ നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭക്ഷണം തന്ന് അവരുടെ ആ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ, അവർ നമ്മളുമായിട്ട് പെരുമാറുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെയും തോന്നും, ആ വീട്ടുകാരുടെ സ്വീകരണം കാണുമ്പോൾ ഇനിയും പലപ്പോഴും ഇവിടെ വരണം, പോകുമ്പോൾ ഗേറ്റ് വരെ നമ്മളും വരണം. അതൊക്കെയാണ് അതിന്റെ മര്യാദ. ഏതാവട്ടെ, അപ്പോ ആ നിലക്ക് തന്നെ അതെല്ലാം ഒപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബിന്. അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, വിരുന്നുകാരൻ ഒത്താശ ചെയ്യാം, അതിൽ ഞാൻ മിടുക്കനാ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം അതാണ്. അൽ ഖിദ്മതു ലില്ലൈഫ് വസൗമു ഫിസ്സൈഫ്. ഇതൊക്കെ നമുക്ക് പറയാനേ കഴിയുള്ളൂ കേട്ടോ. കൊട്ടം വേനൽക്ക് നോമ്പ് വിൽക്കാം. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ഇത് ഹോബിയായി പറയണത്. കൊട്ടം വേനൽക്ക് നോമ്പ് വിൽക്കാം. നമുക്ക് നോമ്പിനിങ്ങനെ ഈ കൊല്ലത്തെ നോമ്പൊക്കെ എന്തോ ഒരു സുഖം. 3 മണി വരെയൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന അതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു മയക്കം ഇങ്ങനെ കിട്ടുമ്പോൾ എന്തൊരു സുഖം അല്ലെ. ഇക്കൊല്ലം നമ്മൾ ക്ഷീണം അറിഞ്ഞില്ല. നേരെ മറിച്ചോ ആ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നല്ല വേനൽ. അപ്പൊ ത്യാഗ മനസ്സ്, അതാണ് മഹാനവറുകളുടെ ഹോബി. നല്ലോണം ത്യാഗം ചെയ്യണം. പിന്നെ മഹാനവറുകൾ പറഞ്ഞു, പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, മഹാനവറുകൾ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ഹോബി വല്ലറുബു ബിസ്സൈഫ്. വല്ലറുബു ബിസ്സൈഫ്. എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഈ സംഗതി കൊണ്ടൊന്നും പോരാ. എനിക്ക് ഇടക്കിടക്കൊന്നും ഇങ്ങനെ വെട്ടാൻ കിട്ടണം. അത് നല്ല ഇൻട്രസ്റ്റാ. വാള് കൊണ്ട് വെട്ടുക ഭയങ്കരമായിരുന്നല്ലോ. ഹൈബർ യുദ്ധത്തിലൊക്കെ അലി റളിയല്ലാഹുവിന്റെ പങ്ക്, ആ പങ്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിങ്ങനെ ബോധ്യപ്പെടുക. അബ്ദുല്ലാഹിന് കാണിച്ച ധീരത, വല്ലറുബു ബിസ്സൈഫ്. ശരിക്കും അതെന്താ? അലി റളിയല്ലാഹുവിന് ഇപ്പൊ ഹോബി എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയത് മനുഷ്യനെ കൊല്ലലോ അല്ല, മറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അല്ല ആദ്യ ദിവസം പറഞ്ഞതുപോലെ, ബദർ യുദ്ധമല്ല സമരമാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടത്തുക. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോ അവരിവിടെ നിലനിൽക്കണമെന്ന് പറഞ്ഞ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, അനീതിക്കെതിരെയുള്ള സമരം. അതാണ്
അനീതിക്കെതിരെയുള്ള വാളെടുപ്പ്, അതിൽ മഹാനവറുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് നമ്മളെ കൂട്ടത്തിലും അങ്ങനെ ആയിരിക്കും. കുറെ ആളുകൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പ്രവാചക സ്നേഹമായിരിക്കും വിഷയം. എന്ന് പറഞ്ഞാൽ മൗലിദ് ഓതുക, അതിന് ചീരനുണ്ടാക്കുക, അത് കൊടുക്കുക. പ്രവാചക സ്നേഹം ഭയങ്കര ഹോബിയായ നമ്മുടെ ഷദ്ദാദിനെ പോലെയുള്ള ഷദ്ദാദങ്ങളെ പോലെയുള്ള ആളുകൾ അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗപുങ്കാവനമാക്കി കൊടുക്കട്ടെ. ഈ പ്രവാചകനോടുള്ള വല്ലാത്ത മഹബത്ത് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ പോലെ നമ്മുടെ കേരളക്കരയിൽ തന്നെ, നമ്മുടെ മണ്ണിൽ തന്നെ ആഷിഖീങ്ങളുണ്ട്. കുണ്ടൂർ ഉസ്താദ് അതിൽപ്പെട്ട ഒരു മഹാനാണ്, ആഷിഖീങ്ങളാണ്, കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അപ്പൊ അങ്ങനെ പ്രവാചക സ്നേഹം തലക്കു പിടിച്ച കുറെ ആളുകൾ ഉണ്ടാവും. അതാണ് സിദ്ദീഖിയൻ ശൈലി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ഉണ്ടാവും. നീതിയുടെ ഭരണം. മൂപ്പര് പ്രസിഡന്റോ സെക്രട്ടറിയോ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ തലവേദനയാ. കാരണം അഴിമതിയൊന്നും നടക്കൂല, സംഗതിയൊന്നും നടക്കൂല, സംഗതി വേദനയാ. കാരണം എന്താ, ശരിക്ക് കണക്ക് വേണ്ടി വരും, ബുക്ക് വേണ്ടി വരും, അയാളോട് അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടി വരും. അതാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നയാൾ ഉമർ. അതാണ് ശരിക്ക് ഉമറിയൻ ശൈലി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി നീതിയുടെ പക്ഷത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അത് എല്ലാം കൃത്യമായിട്ടെല്ലാം. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരിപാടി. അള്ളാഹിന്റെ മുമ്പിൽ സംഗതി തരികിടൊന്നും നടക്കൂലായിരുന്നു. അതിനൊക്കെ കുറെ ഉദാഹരണങ്ങൾ പറയാൻ സമയം കിട്ടിയെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ, തിന്നാൻ കൊടുത്തിട്ട് മടുക്കാത്തവര്. നല്ല നല്ല ആളുകൾക്ക് തിന്നാൻ കൊടുക്കുക, അതുപോലെ തന്നെ നല്ല സാധുക്കളെ സഹായിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അതാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശൈലി. ഖുർആൻ ഓതുക. അതേസമയം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയുള്ളവരും ഉണ്ടാവും കൂട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ മൗലിദ്, അതിനൊന്നും അയാളെ കിട്ടൂല. എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇതിലൊക്കെ ഉണ്ട്, അതോടൊപ്പം അതിലുണ്ട്. അത് കൂടുതലുണ്ട് എന്ന് മാത്രം. നമ്മളെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും അയാളോട് പറയണ്ട. എന്നാൽ നല്ല പരിപാടി ഉണ്ടടാ, നല്ല വയല്, നല്ല ക്ലാസ്, ഇജ്ജ് പോരണോ? ഇല്ല, അതിലയാളെ കിട്ടൂല. ക്ലാസ്സിന് പോരുന്നുണ്ടോ ചോദിച്ചാൽ കിട്ടൂല. നല്ല പരിപാടിയാണോടാ, നല്ല വയലാണ്, നല്ല ക്ലാസ് ആണ്, ഇജ്ജ് വാ, കിട്ടൂല. അപ്പോഴാപ്പം പറയണത്, ചിലപ്പോ അവിടെ മറ്റേ കക്ഷി ഒന്ന് കല്ലെറിയാൻ സാധ്യതയുണ്ട്, എന്നാ ഞാൻ വരാം. എന്നാൽ അടിക്കാറുണ്ടോ, അവിടെ ഓൻ റെഡിയാ. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവിടെ അങ്ങോട്ട് പതക്കും. അതുവരെ ഒന്നുമില്ല. ചിലപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, എന്നാ ഞാൻ റെഡി. അപ്പൊ അങ്ങനെ അതൊക്കെ ദീനിന് വേണ്ടിയാണെങ്കിൽ എല്ലാം പ്രോത്സാഹനജനകമാണ്. ഒന്നും കുറ്റപ്പെടുത്തേണ്ടതല്ല. ദീനിന് വേണ്ടിയുള്ള എല്ലാ ആവേശങ്ങളും പ്രോത്സാഹനജനകമാണ് എല്ലാം. അങ്ങനെയുള്ള കുറെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഹാജിമാർ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ ഈ രംഗത്തൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളും നന്മയുടെ പക്ഷത്ത് കാണപ്പെടണം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹ്, സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, ഇവരെ പറ്റിയൊക്കെ നമ്മൾ കുറെ പറഞ്ഞു, അവരുടെയൊക്കെ ഹോബികൾ. ഈ ഘട്ടത്തിൽ എന്റെ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, മക്കളെ, നിങ്ങളെ ഹോബി എന്താന്ന് സദസ്സിൽ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് ഇപ്പൊ മോനെ ഈ എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് വായിച്ചിട്ടേ, ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഓരോരുത്തരും പറഞ്ഞപ്പോ ഇത് വായിച്ചപ്പോ ഷാഫി ഇമാമ് തന്റേതായ 3 കാര്യം പറഞ്ഞു, അബൂ ഹനീഫ തന്റേതായ 3 കാര്യം പറഞ്ഞു, ഇമാം മാലിക് തങ്ങൾ തന്റേതായ 3 കാര്യം പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ തന്റേതായ 3 കാര്യം പറഞ്ഞു. അങ്ങനെ ഉണ്ട്. ഓരോ മദ്ഹബിന്റെ ഇമാമുമാരും 3 കാര്യങ്ങൾ അവർക്കും ഹോബിയായിട്ട് പറഞ്ഞു എന്നാ. ഷാഫി ഇമാമ് ഓരോ ഇമാമുമാരുടെയും കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാനത് നേരത്തെ കുറിച്ചു വെച്ചിരുന്നു. ഓരോരുത്തരും ഇതിനൊപ്പിച്ച് പറഞ്ഞതാണ്. അപ്പൊക്കെ താല്പര്യമുള്ളതൊന്നും അല്ലാത്ത വേറെ 3 കാര്യം അതിൽ പെട്ടതും ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ ചിലരുടെ താല്പര്യം ഗ്രന്ഥരചനയാണ്, ചിലരുടെ താല്പര്യം ഇബാദത്താണ്, ചിലരുടെ താല്പര്യം ഖുർആനോത്താണ്, ചിലരുടെ താല്പര്യം പൊതുപ്രവർത്തനമാണ്. അങ്ങനെയൊക്കെ പലതും ഉണ്ട് ആ കൂട്ടത്തിൽ. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, നമുക്കും വേണ്ട ഒരു 3 എണ്ണം പറഞ്ഞു നോക്കുക. ഇവരൊക്കെ ചുവട് പിടിച്ചിട്ടൊരു 3 എണ്ണം നമ്മൾ പറയാം. കയ്യോ പറയാനൊരുങ്ങി ആകെ മാനം കെടും അല്ലേ? 1-2 ആളുകളോട് വെറുതെ സാമ്പിൾ അറിയാൻ വേണ്ടി 1-2 ആളുകളോട് ചോദിച്ചാൽ ഉള്ള സത്യം തുറന്നു പറയുകയാണെങ്കിൽ സംഗതി മാനം കെടും. അല്ലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, എനിക്ക് പറയാം, നല്ല അലക്കി തേച്ച പദങ്ങൾ എനിക്ക് പറയാം, നല്ല ഉഷാറുള്ളത്. എന്റെ ഹോബി ഇതൊക്കെയാണെന്ന്. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ഹരം, ഹുബ്ബിബൈലയ്യ, എന്റെ ഹോബി, എന്റെ ഹരം, എന്റെ താല്പര്യം അതെന്താന്ന് ചോദിച്ചാൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും, ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും, ഇങ്ങനെ സംഗീതപ്രമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഏതാണെന്ന് ചിന്തിച്ചാൽ ഒരു കുറ്റബോധം വരും. പഠിച്ചവനെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നന്മയുടെ വക്താക്കളാവാൻ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു എഴുത്ത് കിട്ടിയിരുന്നു.
അത് ഞാൻ നാം ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റഹ്മുറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനെ. പഠിച്ചവനെ, നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബേ, അശ്ലീലമാണ്, ലോകമെങ്ങും അശ്ലീലമാണ്. ആ അശ്ലീലമയത്തിൽ നിന്ന് മാറി ശ്ലീലം കൈമുതലാക്കി ജീവിക്കുന്നവരിൽ ഞങ്ങൾ